ഇന്റഗ്രേഷനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റൻ ആണ് 1/cos² x ഇൻറ്റു 1 - tan x ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ 1/cos² എങ്ങനെ എഴുതാം മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു c² x എന്ന് എഴുതാം. കാരണം cos²ന്റെ റെസിപ്രോക്കൽ ആണ് c². അപ്പോൾ 1/cos² x ആദ്യമേ എന്ത് എഴുതണം? c² x എന്ന് എഴുതി. അപ്പൊ നമ്മുടെ ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 - tan x ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്കറിയാം രണ്ട് സ്ക്വയർ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ഏതിന്റെ ഡെറിവേറ്റീവ് ആണെന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, tan x-ന്റെ ഡെറിവേറ്റീവ് അല്ലേ c² x വരുന്നത്. അപ്പൊ നമ്മൾ ഈ ബ്രാക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റുള്ള മൊത്തത്തിൽ കൊടുക്കണം. അപ്പൊ ഇതിനാണ് നമ്മൾ ടി എന്ന് കൊടുക്കേണ്ടത്. അപ്പൊ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എഴുതാം, എവിടെയാണോ നിങ്ങൾ ടി എന്ന് കൊടുത്തത് അതിന് അവിടെ തന്നെ എഴുതുക. ഇത് ടി, അതിന്റെ പവർ എത്ര കിടപ്പുണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ. അപ്പൊ നമുക്ക് t² ആയി. നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ അപ്പൊ തന്നെ ഇവിടെ എഴുതണം, സൈഡിൽ എഴുതണം t ഈക്വൽ ടു 1 - tan x. ഇനി നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഈ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം, dt എന്ന് എഴുതി. 1ന്റെ ഡെറിവേറ്റീവ് എന്താ? 0. ഇനി മൈനസ് അങ്ങനെ തന്നെ എഴുതി. ഈ tan x-ന്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ? മുകളിൽ ഇവിടെ കിടപ്പുണ്ട്, നമുക്ക് നേരെ അത് നോക്കി എഴുതിയാൽ മതി. c² x dx ആണ് നമ്മുടെ ഡെറിവേറ്റീവ്. ഇനി നിങ്ങൾ നോക്കിക്കേ, ക്വസ്റ്റിനിലേക്ക് നോക്കിക്കേ, ഇവിടെ c² x ഉണ്ട് dx ഉണ്ട്. ഇല്ലാത്തത് എന്താ? ഈ നെഗറ്റീവ് നമുക്ക് ഇവിടെ അധികമായിട്ട് വന്നിരിക്കുന്ന നമ്പറാണ്. അപ്പൊ ഇവിടെ നോക്കി, ഒരു നെഗറ്റീവ് ഇവിടെ ചേർത്ത് കഴിയുമ്പോൾ അതേ നെഗറ്റീവ് താഴെയും നമ്മൾ ചേർക്കുക. അപ്പൊ നോക്കി, -c² x dx ആയില്ലേ? അപ്പൊ അവിടെ dt കൊടുത്തു, ഈ മൈനസ് അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ എന്താണ്? ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അപ്പം തന്നെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ മൈനസ് അങ്ങനെ തന്നെ എഴുതി, t⁻² dt എന്നായി. ഇനി x⁻n ഇന്റഗ്രൽ എന്താ മക്കളെ? x⁻n+1/n+1. അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ -t⁻²-2 ഒന്നോടെ കൂട്ടിയ -1/-1 വരും. ഈ മൈനസും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ഇനി നമ്മളത് എപ്പോഴും നോക്കണം, എന്തിനാ നമ്മൾ ടീന്ന് കൊടുത്ത 1 - tan x അല്ലേ? അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ഇവിടെ കൊടുക്കണം. അപ്പൊ 1 - tan x ദ ഹോൾ റേസ്ഡ് -1 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.